ഹലോ ഗൈസ്, ഇന്ന് ജിമ്മ് കഴിഞ്ഞിറങ്ങിയപ്പോൾ എനിക്ക് നല്ല നാടൻ ഫുഡ് കഴിക്കാനായിട്ട് ഭയങ്കര കൊതി. അപ്പം നേരെ അത് വാങ്ങാനായിട്ട് പോവാണ്. ഇതാണ് കേട്ടോ നമ്മൾ ഇന്ത്യൻ ഗ്രോസറീസ് ഒക്കെ കിട്ടുന്ന ആകെയുള്ളൊരു ഷോപ്പ്. അപ്പോൾ നേരെ ചെമ്മീനൊക്കെ വാങ്ങി അതൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് പോകാൻ നേരത്താണ് മാങ്ങയും മുരിങ്ങയ്ക്കായിട്ട് മീൻകറി വെച്ചാലോ എന്ന് ആലോചിച്ച്. അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങി. ഇതൊന്നും എപ്പോഴും വാങ്ങാൻ പറ്റില്ല കേട്ടോ, ഇതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അങ്ങനെ വാങ്ങിയ സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീട്ടിൽ വന്ന് അപ്പം ചെമ്മീനൊക്കെ നന്നാക്കണമല്ലോ. ഇത് ഞാൻ വാങ്ങിയതൊരു ½ kg ചെമ്മീനാണ്. അപ്പോൾ ചെമ്മീൻ്റെ സ്മെല്ല് എൻ്റെ കയ്യിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ചെമ്മീൻ വൃത്തിയാക്കുന്നത്. ചെമ്മീൻ വൃത്തിയാക്കുമ്പോൾ നമ്മളതിൻ്റെ സെൻറ്ററിലുള്ളൊരു ബ്ലാക്കിൻ്റെ എന്തോ ഒരു സാധനം, അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ പാട്ടൊക്കെ പാടിയിട്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് വേണം എനിക്ക് എൻ്റെ ട്രക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേഗം തന്നെ നമ്മൾ ചെമ്മീനൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് വൃത്തിയാക്കിയ ചെമ്മീൻ. പിന്നെ നമുക്ക് റൈസ് ഇടണമല്ലോ. അപ്പം ഇത് ഈസി കുക്കിൻ്റെ അരിയാണ്. ഇത് വേഗം കുക്കാവും കേട്ടോ. ഇതൊരു 3 വിസിൽ കേൾപ്പിച്ച് കഴിഞ്ഞാൽ വേഗം കുക്കാവും. അപ്പോൾ നമ്മൾ അരിയൊക്കെ ഒന്ന് കഴുകി കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ചോറ് റെഡിയാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്യാസിലേക്ക് ഒന്ന് വെക്കാം. ആ ഗ്യാപ്പിൽ നമുക്കൊരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് ഒരു തക്കാളിയും ആ മാങ്ങയും മുരിങ്ങയ്ക്കയും പിന്നെ കുറച്ച് കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ടിട്ട് എന്നിട്ട് നമുക്കൊരു ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു സവാളയും പിന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളി, ഒരു 4-5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇവിടെ തേങ്ങയൊക്കെ കോമൺ ആയിട്ട് ഫ്രോസൺ ആയിട്ടാണ് കേട്ടോ കിട്ടാറുള്ളത്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് ഓവനിൽ വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് അതിൻ്റെ ഐസ് ഒന്ന് വിട്ടെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാം എൻ്റെ ഒരു കൈക്കണക്കാണ്. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊരു പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാനിലേക്ക് ഒഴിക്കുക. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അതിൻ്റെ ഇടയിൽ ഞാൻ ഈ കഴുകാനുള്ളതൊക്കെ കഴുകി മാറ്റുന്നുണ്ട്. ഇല്ലെങ്കിൽ ലാസ്റ്റ് ആകുമ്പോൾ കുറേ പാത്രം ഉണ്ടാവും കഴുകാനായിട്ട്. കുറച്ച് ദിവസത്തിന് ശേഷമാണ് UK ഞാൻ സൂര്യനെ കാണുന്നത്. പിന്നെ ഞാൻ കുറച്ച് ചെമ്മീൻ വറുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് ഉപ്പും കൂടി ഇട്ട് അതൊന്ന് മസാല ആക്കിയിട്ട് ഒരു 10 മിനിറ്റത്തേക്ക് ഒന്ന് മാറ്റി വെക്കാം. ആ ഗ്യാപ്പിൽ നമ്മൾ കറി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നന്നാക്കി വെച്ച ചെമ്മീൻ ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ അവിടെ എല്ലാം ഒന്ന് ജസ്റ്റ് ക്ലീൻ ആക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് ചീര തോരനും കൂടി വെക്കാം. അപ്പം കുറച്ച് ചീരയും ഒരു ഉള്ളി, കുറച്ച് ചീര, ഇവിടെ ബേബി സ്പിനാച്ച് എന്നൊക്കെ പറയും. അത് നമുക്കിങ്ങനെ പാക്കറ്റിലാണ് ഇവിടെ UK കിട്ടുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അരിഞ്ഞിട്ട് ഞാൻ ബട്ടറിലാണ് കേട്ടോ ഇതൊന്ന് കുക്ക് ചെയ്യുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകം കുറച്ച് ഉപ്പും കൊണ്ട് ഇതൊന്ന് അടച്ചു വെക്കാം. അതിൻ്റെ ഇടയിൽ വിശന്നിട്ട് ഞാൻ 2 സ്ട്രോബെറി ഒക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളെ കറി നന്നായിട്ട് കുക്കായി നല്ല കുറുകി വന്നിട്ടുണ്ട്. നമ്മളെ മാങ്ങയും മുരിങ്ങയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ആ ചീരത്തോനിലേക്ക് നമുക്കൊരു 4-5 മുട്ട പൊട്ടിച്ചിടാം. പ്രോട്ടീനും ഫൈബറും ഒക്കെ വേണമല്ലോ. അപ്പം നമുക്ക് അതൊന്ന് ചിക്കി എടുക്കുക എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒന്ന് ചിക്കി എടുക്കുക. നിങ്ങൾ ഈ തോരൻ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയാണ്. നമുക്കൊന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വെന്തതിന് ശേഷം ജസ്റ്റ് ഒന്നിങ്ങനെ നമ്മൾ ചിക്കി കൊടുക്കുക. ആ ഗ്യാപ്പിൽ നമുക്ക് നമ്മളുടെ ചോറൊന്ന് വടിച്ചെടുക്കാം. പിന്നെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ എടുത്തിട്ട് ഞാൻ ആ മസാല ആക്കിയ ചെമ്മീൻ ഫ്രൈ ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ക്ലിപ്പ് എടുക്കാൻ ഞാൻ വിട്ടുപോയി. അപ്പം ജസ്റ്റ് പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് ബട്ടർ എടുക്കുക. അതിലേക്ക് ഒന്ന് ചെമ്മീൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ടാൽ കുറച്ചും കൂടെ ഫ്ലേവർ കിട്ടും. പക്ഷെ ഞാൻ ഇട്ടിട്ടില്ല, ഞാൻ മറന്നുപോയതാണ്. അപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറും ചെമ്മീൻ കറിയും ചെമ്മീൻ ഫ്രൈയും നല്ല ചീരയും മുട്ടത്തോരനും കൂട്ടിയിട്ട് നമുക്കൊരു പിടിച്ചാലോ. ഞാൻ ഉണ്ടാക്കിയതെന്ന് പറയില്ല, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.